ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പതിവ് പോലെ പുതിയൊരു വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് ഫാനൊക്കെ കണ്ടിട്ട് തന്നെ നമ്മൾ എണീക്കണം കേട്ടോ, കണി കണ്ട് എണീക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് പണികളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ദോമങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ചപ്പാത്തി പറഞ്ഞിട്ട് ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ വേഗം ചപ്പാത്തി ഉണ്ടാക്കി അഷ്മോളെ വേഗം പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതിൽ പോയില്ല. ചെമ്മീൻ തേങ്ങ അരച്ചിട്ടാണ് കറി വെച്ചത് കേട്ടോ. മസാലക്കറിയാണ് ഉണ്ടാക്കല്, പക്ഷെ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എൻ്റെ ഫേസ് ഇതാ മൊത്തത്തിൽ പറ്റി എങ്ങനെ മുറിനെ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ പശുവിനെ മറ്റു കുട്ടിക്ക്. എന്ത് പറ്റിയത്? മന കുട്ടിൻ്റെ മുഖം തന്നെ മാറിയല്ലോ. എന്ത് മാറി പശുവിനെ? അപ്പോൾ ഒരാൾ തന്ന് സ്കൂളൊന്നും പോയില്ല. മറ്റന്നാളെ മദ്രസയിൽ പൊതുപരീക്ഷയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇത് പഠിക്കാൻ ടൈം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ പോകാണ്ട് പുത്രനെ പഠിക്കുകയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ പുത്രനെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പുത്രനെ പഠിക്കുകയാണ് കേട്ടോ. ഏത് ഏതോ നടക്ക് നടക്ക്. മൊത്തത്തിൽ മാറിയുണ്ട്. എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായ കർമൂസാണ് കേട്ടോ. അത് ചില നാട്ടിലെന്താ പറയാന്നറിയില്ല, കർമൂസ പപ്പായ എന്നൊക്കെ പറയും. പഴുത്തതാണ്, തിന്നാണ്. അത് പെരുക്ക് വേണ്ടി അറിയാൻ വേണ്ടി തിന്നായിരുന്നു. നോക്കുമ്പോൾ നല്ലോണം ചെടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നമ്മൾ തിന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടെ ഇവിടെ ഉണ്ടായിരുന്നു, അത് തിന്നാണ്. അപ്പോൾ മോളെ മുഖത്തൊരു പനി വന്നിട്ടുണ്ടായിരുന്നു. പനിയും ജലദോഷം കഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഈ മുഖത്ത് ഇത് വന്നത്. മുഖത്ത് മൂക്കിലൊക്കെയാണ് വന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നലെയൊക്കെ പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട്, സിറപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. പിന്നെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ താടിൻ്റെ അഭാഗത്തും ചെറിയൊരു പുരുപോലെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാണ്ട് നമ്മളങ്ങനെ പാരസെറ്റമോൾ കൊടുത്തിട്ട് കാര്യമില്ല. ചെറിയ മുഖമൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ. എവിടെ നമ്മൾ കാണിക്കാൻ പോണത്? എവിടാ അവിടെ കാണിക്കാൻ പോണത്? നീ അംഗൻവാടി പോണുണ്ടോ? അംഗൻവാടി പോണില്ല? ഇല്ല, പോണ്ട. നമ്മളിപ്പോൾ എവിടെ പോണത്? അപ്പോൾ എന്തായാലും വേണ്ടില്ല, കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ ഒരു സമാധാനക്കേട് ഉണ്ടാവില്ലല്ലോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനക്കേടാണ്. അപ്പം പിന്നെ നമ്മൾ ഇന്ന് തന്നെ ചെറുപ്പ ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഓളെ വിചാരം രാവിലെ തന്നെ മുടിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞതിനെ കൊണ്ടിട്ട് അംഗൻവാടിയിൽ എന്നാൽ പോകുന്ന വിചാരിച്ചത്. അത് അംഗൻവാടി പോകില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ മോളെ ഫേസ് തന്നെ മാറിപ്പോയി, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ കാണിച്ചു നോക്കാണ്. ഇതിൽ ഉരുണ്ട് കളിക്കുകയാണ്, പഠിക്കാണ്ടൊക്കെ പഠിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഇതിൻ്റെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ഓളെ ഫേസ് നോക്ക് വല്ലാത്ത. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പനിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത്. ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ കാണാം, പക്ഷെ മൂക്കിൻ്റെ ഭാഗത്ത് മാത്രമല്ല, രണ്ട് സൈഡിലായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുടിയൊക്കെ വാരിയിട്ടുണ്ട്, നമ്മളിത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിൽ ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ കാണിക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിത് പഠിക്കാണ്ടിരുന്നാൽ മതിയല്ലോ, കാണിക്കാൻ വേണ്ടി പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടിമല പോണത്. ബസ്സിലാണെങ്കിൽ അവിടെ ബസ് ഇറങ്ങി പിന്നെയും കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും വണ്ടിമ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൾ മുമ്പിൽ നിർത്തിച്ചിട്ട് വണ്ടിമ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോവുകയാണ്. ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെറുപ്പ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ അവിടെ നിർത്തി വെച്ച് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ മോള് പറയുന്നുണ്ട് ഇത് ഉമ്മമ്മനെ കൊണ്ടുപോയി കാണിച്ച ഹോസ്പിറ്റലാണ്. നമ്മൾ 2 ദിവസം മുമ്പ് ഉമ്മമ്മനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ഈ മാസം മൊത്തം ഹോസ്പിറ്റൽ കേസായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മാസം ആർക്കെങ്കിലും അങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇന്ന് ഈ മാസം ഫെബ്രുവരി മാസം ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നമ്മളത് OP ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. കുറച്ച് രാവിലെ ആയതിനെക്കൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതാ കാണിച്ചൊക്കെ ഡോക്ടറൊക്കെ കാണിച്ച്, അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ കാണിച്ചപ്പോൾ നമ്മൾ ഫാർമസിയിൽ നിൽക്കുകയാണ് മരുന്നിന് വേണ്ടിയിട്ട്. വേദനയുണ്ട് കുട്ടിക്ക്? എവിടെ
എവിടെ വേദന? എവിടെ വേദനയുണ്ട്? സാരമില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്നാൽ മരുന്നൊക്കെ സിറപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ കിട്ടുന്ന പോലത്തെ സിറപ്പും കാര്യങ്ങൾ തന്നെ പാരസെറ്റമോളും ചുമൻ്റെ മരുന്നും അലർജിൻ്റെ മരുന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ച നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അവളെ തൊട്ടെടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷോളോണ്ട് ഞാൻ അവൾക്ക് മുമ്പിൽ തലയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നൊക്കെ കുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല വെയിലത്ത് പോകേണ്ടി വരില്ല. അപ്പം പിന്നെ അധികം ചുമയും കഫക്കെട്ടൊക്കെ ആവും. അപ്പോൾ ഇതാ മഫ്തിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഷോളോണ്ട് തന്നെ ഇതാക്കി കൊടുത്തു കേട്ടോ, മുമ്പിലേക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ വരുന്ന വെഹിക്കിൽ നമ്മളിതാ പഴംപൊരിയും കട്ട്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴംപൊരിയും കട്ട്ലേറ്റൊക്കെ വാങ്ങി വീട്ടിൽ നിന്ന് തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വീട്ടിലെത്തി എന്നെ ഇപ്പോൾ ചോദിക്കുകയാണ് കാണിച്ച് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ മറുപടി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പിന്നെ രാവിലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വന്നപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല കാര്യമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല ഒക്കെ കാണുന്ന കുഴപ്പമില്ല. അപ്പോൾ ഇതിലും അതാ പഴംപൊരിയൊക്കെ തിന്നുകയാണ്. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ ക്ഷീണത്തിന് നല്ലൊരു കുറവുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, മക്കൾക്ക് അങ്ങനെയാണല്ലോ, ഹോസ്പിറ്റലിൽ കണ്ടു കഴിഞ്ഞാൽ മാറുമല്ലോ. അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണം, നല്ല വെയിലായിരുന്നു, ഉച്ച സമയമാണല്ലോ, നല്ല വെയിലായിരുന്നു. അത് വീട്ടിലെത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല. പേടിച്ചുണ്ടായിരുന്നു, എന്താ പൊന്തിയതെന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പനി വന്നിട്ടൊന്നല്ല, എന്തോ ചൊറഞ്ഞിട്ടെങ്ങാൻ കുരു വന്നിട്ട് എന്തോ ചൊറി അങ്ങനെ ചെയ്തിട്ട് പൊട്ടിയതെന്നതാണെന്ന് പറഞ്ഞ്. പിന്നെ താഴെയും വന്നെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല. പിന്നെ വരികയാണെങ്കിൽ കൊണ്ടേ കാണിക്കാൻ പറഞ്ഞു. സാധാരണ തരുന്ന പാരസെറ്റമോൾ സിറപ്പും ചുമൻ്റെതും ജലദോഷത്തിൻ്റെ ഒക്കെ സിറപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് ഉച്ചവരെ സമയം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒത്തിരി ഒന്ന് കിടക്കട്ടെ, കഴിഞ്ഞിട്ട് ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് തന്നാണ്. പിന്നെ മോന് സ്കൂളിൽ ലീവാക്കിയാണല്ലോ, പഠിക്കാനായിട്ട് പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് കുറച്ചായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് ടേക്ക് കെയർ, ബൈ ബൈ.